സംസ്ഥാന ബിജെപിയിൽ പുതിയ യുഗത്തിന് തുടക്കമായി. പരമ്പരാഗത പ്രവർത്തന പാതയിലൂടെ സഞ്ചരിക്കാതെ എത്തിയ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപനം നടത്തി. ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു. പുതിയ അധ്യക്ഷനെ സ്വീകരിക്കാനും പരിചയപ്പെടാനുമുള്ള തിരക്കിലാണ് ബിജെപി നേതാക്കൾ. ഇനി കാര്യം നടക്കുമെന്ന മുദ്രാവാക്യവുമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയ രാജീവ് ചന്ദ്രശേഖറിന് ഇനി ബിജെപിയിലെ കാര്യങ്ങൾ നടത്താനുള്ള പൂർണ്ണ ചുമതലയാണ്. അതിന് അദ്ദേഹം പ്രവർത്തകരെയും നേതാക്കളെയും വിശ്വാസത്തിലെടുക്കുന്നതിൽ വിജയിക്കേണ്ടി വരും. വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാരോഹണത്തിന് ശേഷം തന്റെ ലക്ഷ്യവും മുൻഗണനയും പ്രഖ്യാപിച്ചു. ബിജെപി എൻഡിഎനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസിത കേരളം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യത്തിന്. കന്നി പ്രസംഗത്തിൽ തന്നെ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ച വികസനമാണ് ബിജെപിയുടെ മുഖമുദ്രയെന്ന പ്രഖ്യാപനം. നമ്മുടെ കേരളത്തിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല, നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന് തന്റെ മുഴുവൻ പിന്തുണയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം. ഈ നിമിഷം ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണം. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പുകൾ അവഗണിക്കപ്പെട്ടെങ്കിലും നേതാക്കളെല്ലാം സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചു. മുൻ പ്രസിഡന്റ് CK പത്മനാഭൻ മാത്രം എത്തിയില്ല. നല്ല തീരുമാനമെന്ന പ്രശംസയും പിന്തുണയും കേന്ദ്ര നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ നേതാക്കൾ ഊന്നി പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ കാറിലേറി രാജീവ് ചന്ദ്രശേഖർ പുതിയ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കമിട്ടു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.